നമ്മുടെ ഈ ധർമ്മവ്യവസ്ഥയിൽ എല്ലാ സമുദായങ്ങളിലും പുരോഹിതന്മാരുണ്ട്. ഇടക്കാലത്ത് വെച്ചിട്ട് ഏതാനും ചില സമുദായങ്ങളുടെ ആളുകൾക്ക് മാത്രമാണ് ഈശ്വരനെ പൂജിക്കാനുള്ള അവകാശമുള്ളൂ എന്നൊക്കെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ മാറ്റം വന്നു എല്ലാ സമുദായങ്ങളിലെ പൂജാവിധാനങ്ങൾ അറിയുന്ന ആളുകൾക്കും ശാസ്ത്രീയമായി പൂജാവിധികൾ ചെയ്യാം എന്ന് 99% ആളുകൾക്കും ബോധ്യമായിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ടാണ് കേട്ടോ പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പോൾ ഈശ്വര പൂജനം ചെയ്യാൻ ശാസ്ത്രീയമായിട്ട് വേണമെന്ന് വെച്ചാൽ വേണ്ട. അവനവന് ഇഷ്ടമുള്ള പോലെ ഏത് വിധേനയും ഈശ്വരാർത്ഥനം ചെയ്യാം, ഒരു തെറ്റുമില്ല. ഹോമാദികളും എല്ലാം ചെയ്യാം. പക്ഷെ ഒരു പൂജയുടെ യഥാർത്ഥ അർത്ഥം സാക്ഷാത്കാരമാണെങ്കിൽ അതിന് ചില വ്യവസ്ഥയുണ്ട്. കാര്യസാധ്യമാണെങ്കിൽ അതിന് കുറേ വ്യവസ്ഥകളുണ്ട്. അത്തരത്തിലൊക്കെ ശാസ്ത്രീയമായി പഠിച്ചു ചെയ്യുമ്പോൾ അതൊക്കെ എല്ലാവർക്കും ആകാമെന്ന് എല്ലാവർക്കും അറിയാം. അതിന് വൈദിക പാരമ്പര്യം പിൻപറ്റുന്നവരും തന്ത്ര പാരമ്പര്യം പിൻപറ്റുന്നവരും പൂജ ചെയ്യുന്നുണ്ട് ഇല്ലേ? പക്ഷെ തന്ത്രപാരമ്പര്യമുള്ള 99% ആളുകളും ഇപ്പൊ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് വൈദികമായ പല കാര്യങ്ങളും ആശ്രയിക്കുന്നുണ്ട്. മന്ത്രങ്ങളൊക്കെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പൂജ ചെയ്യുന്നവർക്കും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും അന്വേഷണമുള്ളവർക്കും അവർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ നമ്മൾ എഴുതുന്നു. സാധാരണ ഇന്നത്തെ ഒരു ക്ഷേത്ര പൂജാ വിധാനം എന്ന് പറയുമ്പോൾ തന്ത്ര സംശയം എല്ലാവർക്കും വേണമെന്നൊന്നുമില്ല. എന്നാലും 99% ആളുകൾ ഈ തന്ത്ര സംശയമൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ പൂജ പഠിച്ചല്ല എന്ന് പറയുന്ന പോലും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ പൂജ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പൂജാക്രമത്തിൽ നമ്മൾ കേരളീയ പൂജാ പദ്ധതിയിൽ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് അഭിവാദ്യമാണ് ചെയ്യാറ് അല്ലേ? അഭിവാദയെ അമുഖ നാമ അല്ലെങ്കിൽ അമുഖ ശർമ്മ നാമ അഹമസ്മി ഭോ എന്ന് പറയും. ശർമ്മ പ്രയോഗം വർണ്ണാശ്രമത്തിൽ ബ്രാഹ്മണന്റെ നാമമായിട്ടാണ് പറയുക. ബ്രാഹ്മണർക്കാണ്, ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെട്ടവർക്കാണ് ശർമ്മ പറയുക. പക്ഷെ ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ പൂജയും ചെയ്യാം. അവർക്കൊക്കെ നാമങ്ങൾ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് വൈദിക ഗ്രന്ഥങ്ങൾ നമ്മോട് പറയുന്നുണ്ട്, ശാസ്ത്രങ്ങളും ചരിത്രവും പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ശർമ്മ പറയേണ്ട ആവശ്യമില്ല. ഇനി ബ്രാഹ്മണർക്ക് പറയുകയും ആകാം. അപ്പൊ അതിൽ തന്നെ ശർമ്മ എല്ലാവർക്കും ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാവും. നിർബന്ധമില്ല. ഈശ്വരപൂജനം എല്ലാവർക്കും ഉള്ളതാണ്. ഇനി വൈദിക സമ്പ്രദായത്തിൽ സന്യാസം സ്വീകരിച്ച പല ആളുകളും പൂജ ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ വ്യവസ്ഥാപിത ദശനാമീയ സമ്പ്രദായത്തിലാണെങ്കിലും സരസ്വതി, പുരി, ഹിരി എന്നൊക്കെ പണ്ട് ഒരുപാട് ആൾക്കാരില്ലേ? ഇവരൊക്കെ പൂജ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അവരൊക്കെ ശർമ്മ പറഞ്ഞാൽ അതിന്റെ കുഴപ്പം എന്താ? ഒരു കുഴപ്പം ഉണ്ടായിട്ടല്ല. സാമ്പ്രദായികമായിട്ട് ശർമ്മ ബ്രാഹ്മണ വർണ്ണമാണ്. ആ വർണ്ണത്തിനും അതീതമായി പോകാനുള്ള ഒരു സഞ്ചാരത്തിന്റെ പാതയാണ് സന്യാസമായിട്ട് അവർ പറയുക. വീണ്ടും ശർമ്മ പറയുമ്പോൾ ദണ്ഡ് പിടിച്ച ആളുകൾക്ക് അവർ വർണ്ണം ഉപേക്ഷിച്ചാലും കർമ്മത്തിന് വേണ്ടി വർണ്ണത്തിലേക്ക് വരുന്നുണ്ട് അവര്. പക്ഷെ ദണ്ഡില്ലാത്ത ആളുകളെ സംബന്ധിച്ചോ അതില്ല. അപ്പൊ എന്താണ് അവര് ശർമ്മ പറയണത്? എന്തോ ഒരു വിരോധാഭാസമായിട്ടാണ് ആ സമ്പ്രദായത്തിലൂടെ നോക്കിക്കാണ് മനസ്സിലാവും. അപ്പൊ അതിനെല്ലാവർക്കും ശർമ്മ ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്കൊന്ന് പറയാനുള്ളത്. ആ വൈദികത്തിൽ തന്നെ. തന്ത്രത്തിലാണെങ്കിൽ വർണ്ണാശ്രമില്ല. ഗതം ശൂദ്രസ്യ ശൂദ്രത്വം വിപ്രസ്യാപീച്ച് വിപ്രത. ശൂദ്രനും ഇല്ല, ബ്രാഹ്മണനും ഇല്ല, ഒന്നുമില്ല. എല്ലാവരും ശിവമായാണ് അല്ലേ? 36 തത്വങ്ങളെ കൊണ്ടാണ് ഷഡ്ത്രിംശതി തത്വാനി വിശ്വം. 36 തത്വങ്ങളെ കൊണ്ടാണ് നമ്മളെല്ലാം ഉണ്ടായതുകൊണ്ട് അവിടെ ഭേദമില്ല. ഇപ്പൊ നാഥ് പരമ്പരയൊക്കെ ആണെങ്കിൽ നാഥാണ് വിദ്യ, ശർമ്മയല്ല. അതൊന്നും ഇല്ലാത്തവർക്കും ശർമ്മ വേണ്ട. രാമൻകുട്ടിയോ അല്ലെങ്കിൽ രാമനോ കൃഷ്ണനോ കോരനോ അല്ലേ, ചക്കിയോ സീതയോ എന്തോ ആവാം, എങ്ങനെ വേണമെങ്കിലും പറയാം. അതിനൊന്നും അതിനൊപ്പം തന്നെ നാമം ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നാമത്തിൽ തന്നെ അതിൽ കാര്യങ്ങൾ പറയൽ നിർബന്ധമല്ല. ഇതിപ്പോ സ്വകാര്യ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല കേട്ടോ. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ മുതൽ ഒരു ക്ഷേത്രങ്ങളിലും അവനവന്റെ പാരമ്പര്യത്തിൽ നിന്ന് അന്യമായിട്ടൊരു പൂജ ചെയ്യണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ആ സമ്പ്രദായത്തിലാണ് പോകേണ്ടത്. യഥാർത്ഥത്തിൽ പൂജിക്കുമ്പോൾ അവനവന്റെ കുലദേവതാോപാസന വിട്ട് നമ്മളെന്ന് വെച്ചാൽ അർച്ചകന്റെ പ്രഭാവം ഉണ്ടാക്കിയെടുക്കുക, തപസ് ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ടാണ് പൂജ ചെയ്യേണ്ടത്. ആർക്കും ഏത് പൂജയും ചെയ്യാം. ഇനി അടുത്തതാണ് നമ്മൾ അഭിവാദ്യം ചെയ്തു കഴിഞ്ഞാൽ വ്യവസ്ഥാപിത കേരളീയ പൂജാ പദ്ധതിയിൽ ഇപ്പോൾ അർച്ചന ചെയ്യുന്ന അർച്ചകന്മാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ സത്യവാചം പറയുന്നൊരു ഭാഗമുണ്ട് ഇല്ലേ? അട്ടകം പിടിച്ചിട്ട് ചതുരശ്ര പിടിച്ചിട്ട് കാലിൽ വെച്ചിട്ട് ഋഗ്വേദികൾക്കും യജുർവേദികൾക്കും പ്രത്യേകം വൃക്കുകളെ മന്ത്രങ്ങളാണ് പറയുക. ഋഗ്വേദികളാണെങ്കിൽ ശാധാരമുത്സമക്ഷീയമാണ് വിപശ്ചിതം പിതരാം ഭക്വാനാം എളീമതന്തം പിതൃരൂപസ്ഥേ ഇങ്ങനെ തുടങ്ങുന്നൊരു മന്ത്രമാണ് പറയാം. യജുർവേദികളാണെങ്കിൽ സുശർമാസി സുപ്രതിഷ്ഠാനോ ബൃഹദുക്ഷേധമ എന്ന് വേണ്ടുന്ന ഏഷതയോര് ഇങ്ങനെ ഒരു മന്ത്രമാണ് യജുർവേദികൾ പറയാറ്. അപ്പോൾ യജുർവേദിക്കും ഋഗ്വേദിക്കും തന്നെ മന്ത്രത്തിൽ മാറ്റമുണ്ട്. അപ്പോ ഈ
രണ്ട് വേദപാരമ്പര്യം, ഋഗ്വേദം യജുർവേദി എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾക്ക് അറിയുണ്ടാവും. എല്ലാവരും എല്ലാ വേദവും പഠിച്ചു തുടങ്ങുന്ന വേദത്തിനെ ബന്ധപ്പെടുത്താണ് ഋഗ്വേദി, യജുർവേദി, സാമവേദി, അഥർവവേദി എന്നൊക്കെയാണ് വൈദ്യത്തിൽ പറയാം. ഈ രണ്ട് സത്യവാചാണെങ്കിലും ശരി, രണ്ടും ആത്യന്തികമായി ഗുരുവിനോട് ചില കാര്യങ്ങൾ പറയുകയും സത്യം ചെയ്യുകയും ഗുരുവിനെ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗമാണ്. മന്ത്രത്തിന്റെ വിശദീകരണം ഇവിടെ ഒരിക്കലും നമ്മൾ പറയാം. എന്തായാലും രണ്ടും ഈ തരത്തിലാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഋഗ്വേദിക്കും യജുർവേദിക്കും മാറ്റമുണ്ട്. അതായത് ഒരേപോലെയല്ല. അപ്പൊ വൈദികത്തിന് വ്യത്യാസമുണ്ട്, സാമവേദിക്കും അഥർവേദിക്കും ഒക്കെ മാറ്റം ഉണ്ടാവും. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. വൈദികന്മാരുടെ നിത്യോപാസന സന്ധ്യാവന്തനം അത് എങ്ങനെ വെച്ചാൽ ഗായത്രി ഉപാസനയാണ്. ഗായത്രി ഉപാസനയിൽ ഗായത്രി മന്ത്രത്തിന് മാറ്റമില്ലെങ്കിലും അകമർഷണം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ധ്രുവാസി പറയുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ തർപ്പണം ചെയ്യുമ്പോൾ സ്വധാ തർപ്പണം, അപ്പൊ ഋഷി തർപ്പണം ഒക്കെ ചെയ്ത് നമ്മൾ അവസാനം പിതൃതർപ്പണം ചെയ്യും. പിതൃഗണം ഇല്ല, അത്ര ആളുകൾക്ക് അറിയാൻ പറ്റും അത് സമ്പ്രദായം ചെയ്യുമ്പോൾ. പിതൃതർപ്പണം ചെയ്യുമ്പോൾ 6 തർപ്പണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവര് നേരെ ആചമനം ചെയ്ത് നിർത്തും. എന്നാൽ ഋഗ്വേദികളെ സംബന്ധിച്ച് സ്വധാ തർപ്പണം ഉണ്ട്, സ്വധാ പിതൃഭ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തർപ്പണങ്ങളുണ്ട്. അപ്പൊ അത് യജുർവേദിക്ക് ഉണ്ടാവാൻ സാധ്യത. ബൗദ്ധായന്മാര് സ്വതവേ ഈ സമ്പ്രദായത്തിൽ ഋഷ്യസൂത്ര പ്രകാരം തന്നെ ബൗദ്ധായന്മാർക്ക് കുറെ മാറ്റങ്ങളുണ്ട്, കൗശീതന്മാർക്ക് മാറ്റമുണ്ട്. അപ്പൊ ഈ ആചരണത്തിൽ തന്നെ മാറ്റമുണ്ട്, സത്യവാചത്തിൽ മാറ്റമുണ്ട്, വൈദികന്മാരിൽ മാറ്റമുണ്ട്. അപ്പൊ പിന്നെ തന്ത്രപാരമ്പര്യമുള്ള ഭൂരിപക്ഷ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് നമ്മൾ ഈ പൂജാ പദ്ധതി പഠിച്ചു വരുമ്പോൾ നമ്മൾ ഈ ശാദാരം മുറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ശാദാരം അല്ലെങ്കിൽ ഇത്തരം കാലം അട്ടകം പിടിച്ച് പോകേണ്ട കാര്യമൊന്നും ഒരു നിർബന്ധവും ഇല്ല. അതാത് പാരമ്പര്യത്തെ കാണിക്കണം. നമ്മൾ എന്തിനാ ഇല്ലാത്ത പാരമ്പര്യം എടുത്ത് വെക്കാൻ നിൽക്കുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ട് ഇല്ലാത്ത പാരമ്പര്യമാണ്. പിന്നെ എന്താ ചെയ്യുക? ഒരു വിഷമം കരുതേണ്ട ആവശ്യമില്ല. ഈ അട്ടകം പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ നമ്മൾ പറയാം? ശ്രീ ഗുരുഭ്യോ നമ, സ്വത്ത് ശിവാദി ശ്രീ ഗുരുഭ്യോ നമ, ഇല്ലേ? അത് തൊട്ട് തുടങ്ങിയാൽ മതി. അല്ല ഗുരുപരമ്പര ഉണ്ട്, എന്റെ മന്ത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലോ, ഗുരുസ്തുതി ഉണ്ടെങ്കിൽ അത് കൈകൂപ്പിയിട്ടോ അട്ടകം പിടിച്ചിട്ടോ ശിരസിൽ മൃഗമുദ്ര ബന്ധിച്ചിട്ടോ മറ്റേതെങ്കിലും പദ്ധതിയിലോ അങ്ങനെയും ചെയ്തു പോകും. അതിനുശേഷം ഗുരുസ്മരണം നടത്തിയാൽ മതി. പക്ഷെ നമ്മളെ വിചാരം എന്താ വെച്ചാൽ അതൊന്നല്ല, ഇതന്നെ ചെയ്യണം എന്നാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഈ ഇപ്പോൾ ഋഗ്വേദി യജുർവേദിയെ സംബന്ധിയായിട്ടാണ് നമുക്ക് മറ്റു പുണ്യാഹമന്ത്രമൊക്കെ ചെയ്യണ സമയത്ത് നമുക്കറിയാം യജുർവേദിക്ക് സാധാരണ ഇറക്കുകൾ എടുക്കുമ്പോൾ 4 ഇറക്ക് എടുക്കണം, ഋഗ്വേദിക്ക് 3 ഇറക്ക് മതി. യജുർവേദിക്ക് ദധിക്രമണം തുടങ്ങുമ്പോൾ ഋഗ്വേദിക്ക് അഭവിഷ്ടാദി മതി. അപ്പൊ ഇവിടെയൊക്കെ മാറ്റമുണ്ട്. അപ്പൊ നമ്മൾ അവനവന്റെ സമ്പ്രദായത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈശ്വരപൂജനം നടത്തേണ്ടത്. കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്, അത് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യജുർവേദി ആയിരിക്കുന്ന തന്ത്രി ചെയ്തുകൊണ്ട് യജുർവേദിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അങ്ങനെയല്ലല്ലോ. ഋഗ്വേദി യജുർവേദി കാരണം മന്ത്രങ്ങൾ അത്രയും ആ ഒരു ഫോളോ അപ്പ് ഉണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയാൻ ശ്രമിച്ച എത്രയേ ഉള്ളൂ, സാധാരണ ഒരു അർച്ചകന് ഒരിക്കലും വൈദിക സമ്പ്രദായത്തിൻ്റെതായിരിക്കുന്ന നിർബന്ധത്തോടു കൂടിയുള്ള ചില കാര്യങ്ങൾ വേണ്ട ആവശ്യമില്ല. അത് അവരുടെ വേദപാരമ്പര്യത്തെ കുറിക്കാനാണ്. എന്നാൽ താന്ത്രികമായിട്ട് നമ്മൾ ക്ഷേത്രപൂജ ചെയ്യുമ്പോൾ അവന്റെ ഗുരുപരമ്പര തന്ത്ര ചെയ്യണമെങ്കിൽ ഗുരുപരമ്പരയ്ക്കാണ് പ്രാധാന്യം. ഗുരുനിഷ്ഠനായിരിക്കണം, ഗുരുസേവ ചെയ്ത് ഗുരുവിൽ നിന്ന് അറിവ് നേടി പോകുന്ന പാരമ്പര്യം. ഗുരുസമ്പ്രദായത്തിൽ പോയി ഗുരുവിന്റെ അനുഗ്രഹത്തോടുകൂടി വൈദിക പാരമ്പര്യമാണെങ്കിൽ ചെയ്തോളൂ. പക്ഷെ സ്വന്തം മാതൃപിതൃകുലം ഉപേക്ഷിക്കേണ്ടതില്ല എന്നൊരു നമ്മൾ വേണമെങ്കിൽ അങ്ങനെ അർത്ഥമുണ്ട്. പിന്നെ മാതൃപിതൃകുല പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ക്ഷേത്രപൂജ പഠിച്ച് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ശർമ്മ എന്ന പ്രയോഗങ്ങളോ അതുപോലെ തന്നെയാണ് നമുക്ക് സത്യവാചത്തിന്റെ ഭാഗമായിട്ട് ഋഗ്വേദിയോ യജുർവേദിയോ ആയിട്ടുള്ള മന്ത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അവനവന്റെ പാരമ്പര്യത്തിൽ നിൽക്കാം. അല്ല തുടർന്നുള്ള ഭാഗങ്ങൾ ചെയ്തോ അതൊന്നും തന്നെ പൂജാ പദ്ധതിയുടെ ഒരു ശക്തിയെയോ അല്ലെങ്കിൽ തപസ്സിനെയോ അതിനെയൊന്നും ബാധിക്കുന്നതല്ല. ബാക്കിയുള്ള കാര്യങ്ങൾ മന്ത്രോപാസനയും മറ്റുള്ള കാര്യങ്ങളാണ് പൂജാ പദ്ധതിയെ ബാധിക്കുക. ഇത് മനസ്സിലാക്കി അവനവന്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ആർക്കും പോകാം. അതായത് ദേവതകളെ പൂജിക്കുമ്പോൾ ആ ദേവതയ്ക്ക് വന്നിരിക്കുന്ന ഈ ധനത്തോടുകൂടി പൂജിക്കുക. അതിൽ അന്യമന്ത്ര ദോഷമൊന്നും വരുത്താനൊന്നും പാടില്ല. പിന്നെ പൂജിക്കാനുള്ള ആളുടെ യോഗ്യത എന്താ? അയാളുടെ പരദേവത അല്ലെങ്കിൽ കുലദേവതയോ കൃത്യമായി സാധന ചെയ്തു പോകുന്ന തർപ്പണ വിധിയാണെങ്കിൽ അങ്ങനെ, അർച്ചന വിധിയാണെങ്കിൽ അങ്ങനെ, എന്തോ അവനവന്റെ ഗുരുപരമ്പര പാരമ്പര്യം മാതൃപിതൃ പാരമ്പര്യം എന്തോ പറഞ്ഞു വെച്ചാൽ അത്, അല്ലെങ്കിൽ ഒന്ന് മാതൃപിതൃ കുലപാരമ്പര്യം അല്ലെങ്കിൽ ഗുരുകുല പാരമ്പര്യം എന്നൊന്നും എടുക്കുക. അങ്ങനെ മറ്റൊന്നും ആകേണ്ട ആവശ്യമില്ല. നമ്മളായിക്കൊണ്ടിനെ പൂജിക്കുക. അതാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി അർഹിക്കുന്ന സംശയങ്ങളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിന് മറുപടിയൊക്കെ മറ്റൊരു സന്ദർഭത്തിൽ പറയാം. അല്ല വെറുതെ ചുമ്മാ ഒരു ചോദ്യമൊക്കെ ആണെങ്കിൽ അത് ആവശ്യമായിട്ട് തോന്നണില്ല. അപ്പം അത് നമ്മൾ മറുപടി നിങ്ങൾക്ക് അറിയാമല്ലോ, മറുപടി ആവശ്യമില്ല. ഇപ്പം എന്തായാലും ശരി, ഇതിനെ മനസ്സിലാക്കുക. സ്വന്തം പാരമ്പര്യത്തിൽ പോവുക. എല്ലാവരെയും അവനവന്റെ പാരമ്പര്യത്തിലെ ഗുരുമൂർത്തികളും ഗുരുക്കന്മാരും മന്ത്രമൂർത്തികളും പരമ്പരാ ദേവതകളും എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആ പ്രാർത്ഥന തന്നെയാണ്. എല്ലാവരും ഐക്യത്തോടെ കണ്ടോടെ നിൽക്കുക. ധർമ്മത്തിന് ആധാരം ധർമ്മം തന്നെയാണ്. ആ ധർമ്മം സ്വധർമ്മമായിരിക്കട്ടെ, കുലധർമ്മമായിരിക്കട്ടെ. നമസ്തേ, ജയ് ഹിന്ദ്, വന്ദേ മാതരം.